ഇറാനിൽ നിന്നും ഗൾഫ് മേഖലയിലേക്കുള്ള ആക്രമണങ്ങൾ പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല. കുവൈറ്റിൽ വീടിന് മുകളിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് 11 വയസ്സുകാരി മരിച്ചു. UAE-യിലേക്ക് ഇന്ന് 3 മിസൈൽ ആക്രമണങ്ങളും 129 ഡ്രോൺ ആക്രമണങ്ങളും ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. വിമാന സർവീസുകൾ സാധാരണ നിലയിൽ എത്താനും സമയമെടുക്കും. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റത്തിന്റെ റിപ്പോർട്ടിലേക്ക്. ഏറ്റവും ഒടുവിലായി വന്ന വാർത്തയിൽ നിന്ന് ആദ്യം തുടങ്ങുകയാണ്. കുവൈറ്റിൽ നിന്നുമാണ് ഈ വാർത്ത. കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന്റേതാണ് പ്രഖ്യാപനം. ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചത്. ഒന്ന്, കുവൈറ്റിൽ എത്തി അവിടെ അകപ്പെട്ടു പോയിട്ടുള്ള വിസിറ്റ് വിസയിൽ എത്തിയിട്ടുള്ളവർക്ക് അവരുടെ വിസിറ്റ് വിസ കാലാവധി 1 മാസത്തേക്ക് നീട്ടും. അതിന് പ്രത്യേകിച്ച് അപേക്ഷിക്കേണ്ട, ഓട്ടോമാറ്റിക്കലായിട്ട് ആ വിസിറ്റ് വിസയുടെ കാലാവധി നീട്ടും. രണ്ടാമത്, വിദേശത്ത് പോയിട്ടുള്ള പ്രവാസികൾ, അവിടെ അകപ്പെട്ടു പോയിട്ടുള്ള പ്രവാസികൾ ഉണ്ടാകും, കുവൈറ്റിലേക്ക് തിരിച്ചു വരാൻ പറ്റാതെ. അങ്ങനെയുള്ള ആളുകളുടെ റെസിഡൻസി കാലാവധി അവർക്ക് 3 മാസത്തേക്ക് കൂടി നീട്ടിക്കൊടുക്കുകയാണ്. ഇതിനും പ്രത്യേകിച്ച് അപേക്ഷ വേണ്ട. അതേസമയത്ത് സങ്കടകരമായിട്ടുള്ള വാർത്ത ഇന്ന് വന്നതും കുവൈറ്റിൽ നിന്ന് തന്നെയാണ്. കുവൈറ്റിലെ 11 വയസ്സുകാരിയുടെ മരണം. ഇറാനി പെൺകുട്ടിയാണ് മരിച്ചത്. അവർ താമസിച്ചിരുന്ന 2 നില വീടിന്റെ മുകളിലേക്ക് മിസൈലിന്റെ അവശിഷ്ടം പതിച്ച് ഈ കുട്ടി ഉറങ്ങുകയായിരുന്ന മുറിയിലേക്കാണ് അത് വീണത്. കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. UAE സംബന്ധിച്ചിടത്തോളം 3 ബാലിസ്റ്റിക് മിസൈൽ ആക്രമണ ശ്രമം ഉണ്ടായി. അതോടൊപ്പം തന്നെ 129 ഡ്രോൺ ആക്രമണ ശ്രമങ്ങളും ഇന്നുണ്ടായി എന്ന് ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിക്കുന്നുണ്ട്. ദുബായിലെ അമേരിക്കൻ കോൺസുലേറ്റിന് നേരെയാണ് ഒരു ആക്രമണ ശ്രമം ഉണ്ടായത്. അത് പരാജയപ്പെടുത്തി. പക്ഷേ ആ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണ് തീപിടുത്തമുണ്ടായി. ആ തീ അണയ്ക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലും, ഒമാൻ അടക്കമുള്ള അല്ലെങ്കിൽ ഖത്തർ അടക്കമുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഒറ്റപ്പെട്ട ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ അതൊന്നും അത്രയ്ക്ക് കാര്യമായിട്ടുള്ള ആക്രമണ ശ്രമങ്ങളല്ല. അതേസമയം വിമാന സർവീസുകൾ ആരംഭിക്കാൻ ഇനിയും സമയമെടുക്കും. ഇന്നിപ്പോൾ എയർ അറേബ്യ അറിയിച്ചിട്ടുള്ളത് അടുത്ത തിങ്കളാഴ്ച വരെ എല്ലാ സർവീസുകളും നിർത്തിവെച്ചിരിക്കുന്നു. സ്പെഷ്യൽ സർവീസുകൾ മാത്രമായിരിക്കും ഈ ദിവസങ്ങളിൽ നടത്തുക. എയർ ഇന്ത്യ എക്സ്പ്രസും ഇതേ കാര്യങ്ങൾ തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. സ്പെഷ്യൽ സർവീസ് ഈ ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വിമാനയാത്ര സാധാരണ നിലയിലാകണമെങ്കിൽ ഇനിയും കാത്തിരിക്കേണ്ടി വരും. അതീവ ജാഗ്രത ഈ മേഖലകളിലൊക്കെ തുടരുകയാണ്.